അപ്പൊ യൂണിവേഴ്സിറ്റി പറഞ്ഞതിലുള്ള കാതലായ വിഷയം ഈ ഡാം തകർച്ചയിലാണ്. അത് അസന്നിഗ്ധമായിട്ട് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞു. അത് സർക്കുലേറ്റഡ് ആണ്, അത് പബ്ലിക് ഡൊമൈനിലുണ്ട്, ആർക്കും വായിച്ചതുണ്ട്. ഇതാണ് ആ റിപ്പോർട്ട്. 10-12 പാരഗ്രാഫ് ആ ഡാമുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ശോഷണങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതിൽ പ്രത്യേകം പറയുന്നത് ലീച്ചിങ് ഡ്യൂ ടു ലൈം ലീച്ചിങ് വരുന്നു. അതുപോലെ തന്നെ ഡെപ്പോസിഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അവരെടുത്തിട്ടുണ്ടായിരുന്നു. ഹോൾസ് സംബന്ധിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പാറക്കെട്ടുകളുടെ ഇടയിലുള്ള വിള്ളൽ. ഇപ്പോൾ സുർക്കിയുടെ പ്രശ്നം വരുമ്പോൾ പാറ അടുക്കി ഉണ്ടാക്കിയതായതുകൊണ്ട് അത് കുഴപ്പമില്ലാതെ ഇരുന്നോളൂന്ന് ഒരു വാദഗതി വന്നിട്ടുണ്ട്. പാറയൊക്കെ തെന്നി മാറിയിട്ടുണ്ടോന്ന് ആർക്കറിയാം? അതിനകത്ത് മിശ്രിതങ്ങളെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇതെല്ലാം പഠനം നടത്തി അവർ തന്നെയല്ല. ഇതിനുശേഷം ഇപ്പോൾ ഭൂകമ്പങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ രേഖപ്പെടുത്തിയിട്ടെന്ന് ഒട്ടനവധി ഉണ്ടാകാം. ഇവര് 2 IIT-കളും അവരുടെ നിഗമന പ്രകാരം അൺസേഫ് തന്നെയാണ്. അത് ചർച്ച ചെയ്യപ്പെടാതെ പോയി. അത് ഫലപ്രദമായിട്ട് നമുക്ക് സുപ്രീം കോടതിയുടെ മുന്നേ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല കേരളം. അതിൽ നമുക്ക് പാളിച്ച പറ്റി. അത് പരാജയം തന്നെയാണ് കേരള പരാജയം. അടുത്തത് വരുന്നത് ഒരു പ്രമാദമായൊരു വിഷയം ഉണ്ടായിരുന്നു. നേവൽ ബേസിനെ കൊണ്ട് ഇതിൻ്റെ അടിത്തട്ടുകളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ നടപടി ഉണ്ടായിരുന്നു. നേവി വന്ന് പരിശോധിക്കാൻ ഇറങ്ങി 2-ാം ദിവസം തന്നെ നേവിക്കാർ അതേപോലെ തന്നെ അണക്കെട്ടിൻ്റെ ഓളങ്ങളിൽ നിന്നും കയറിപ്പോയെന്നും പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു? അപ്പോൾ അവിടെ എന്തോ ഇടപെടൽ നടന്നിട്ടുണ്ടാവാം. അത് ഏത് കാലഘട്ടമാണെന്നും നമുക്ക് പരിശോധിക്കേണ്ടി വരും. ഞാൻ ഈ കള്ളക്കളികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കും അത് വിരൽ ചൂണ്ടുന്നു. നമസ്കാരം. മുല്ലപ്പെരിയാർ കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ മനസ്സിൽ ഏതു വിധത്തിൽ ഏതു സമയത്തും എന്തും സംഭവിക്കാം എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ മുല്ലപ്പെരിയാറിൽ ഇതുവരെ നടന്നിട്ടുള്ള പഠനങ്ങൾ എന്താണ്? ആ പഠനങ്ങളിൽ നിന്നും കേരള സംസ്ഥാനത്തിന് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുള്ളത്? എന്തൊക്കെ മുന്നറിയിപ്പാണ് കിട്ടിയിട്ടുള്ളത്? ഈ വിഷയത്തെക്കുറിച്ച് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ആക്ഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS പ്രകാശ് നമ്മളോട് സംസാരിക്കുന്നു. സർ നമസ്കാരം. മുല്ലപ്പെരിയാർ ഇപ്പോൾ അന്തരീക്ഷത്തിൽ കത്തിപ്പടർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. കത്തിപ്പടർന്നു നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ അന്വർത്ഥം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം ആശങ്കയിലാണ്. പ്രത്യേകിച്ച് നമ്മൾ വയനാട് ഉരുൾപൊട്ടൽ കഴിഞ്ഞിരിക്കുന്നു. തുംഗഭദ്ര സുർക്കി അണക്കെട്ട്, ലോകത്ത് നിലനിൽക്കുന്ന സുർക്കി അണക്കെട്ടിൽ 2 അണക്കെട്ടുകളാണ് മുല്ലപ്പെരിയാറും തുംഗഭദ്രയും. തുംഗഭദ്രയുടെ ഈ ഒരു ഗേറ്റ് തകർന്നതോടുകൂടി വലിയ ആശങ്കയിലായി കേരളം. ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നിരവധി സംഘടനകൾ നിരവധി പഠന റിപ്പോർട്ടുകൾ കേരളത്തിന് സമർപ്പിച്ചിട്ടുണ്ട്, പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവ എന്തൊക്കെയാണ്, അവയിൽ ഏതൊക്കെ തരത്തിലുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളാണ് നമുക്ക് ഈ വിഷയത്തിൽ കിട്ടിയിട്ടുള്ളത്? ഇതേക്കുറിച്ചൊക്കെ വളരെ സമഗ്രമായി പഠനം നടത്തിയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ അങ്ങേക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിലപ്പെട്ട നിരവധി കാര്യങ്ങൾ പറയാൻ സാധിക്കും. അത്തരം ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ക്ഷണിക്കും. അങ്ങ് പറഞ്ഞ പോലെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വളരെയേറെ പഠനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഒരു പക്ഷേ പഠനം നടത്തിയിട്ടുള്ള 3 മേഖലകൾ: 1 പശ്ചിമഘട്ടം, 2 തീരപ്രദേശത്തെ ഖനനം, 3 പെരിയാർ ഉൾപ്പെടെയുള്ള നദികളുടെ ഇപ്പോഴത്തെ അവസ്ഥ, 4 ഇതിലേറ്റവും കൂടുതൽ മുൻഗണന വരുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പോലെ തന്നെ മറ്റു അണക്കെട്ടുകളെ കുറിച്ചൊന്നും യാതൊരു പഠനവും നടന്നിട്ടില്ല. മുല്ലപ്പെരിയാർ മറ്റൊരു കാര്യം കൂടി എടുത്തു ചോദിക്കട്ടെ. നമ്മൾ പറയുമ്പോൾ നമ്മുടെ അണക്കെട്ടുകളെ കുറിച്ച് നമുക്ക് ഏതാണ്ട് 40-ലധികം അണക്കെട്ടുകളുണ്ട്. 80-ലധികം അണക്കെട്ടുകൾ. അപ്പോൾ ഈ അവസ്ഥയിൽ മുല്ലപ്പെരിയാറിന്റെ കാലാവധി കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഏറ്റവും കാലപ്പഴക്കമുള്ള അണക്കെട്ടെന്ന രീതിയിലായിരിക്കും. കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റ് പല അണക്കെട്ടുകളും തത്തുല്യമായ രീതിയിൽ കാലാവധി കഴിഞ്ഞവ പലതും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സംശയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭീഷണി മാത്രമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ അറിവ് എത്ര കണ്ട് ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒരു സംശയം പോലെ പറയുകയാണ്. ഇത്തരം സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ ഒരു ഡെമോക്ലീസിൻ്റെ വാള് പോലെ തലയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. ഇതിൻ്റെ പഠനങ്ങൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയത്? അഥവാ ഈ പഠന റിപ്പോർട്ടുകൾ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് എന്തുകൊണ്ടായില്ല? എന്തുകൊണ്ട് സർക്കാരുകൾ ഇപ്പോഴും അതിനുള്ള ഇച്ഛാശക്തി കാണിക്കുന്നില്ല? ഇത്തരം കാര്യങ്ങൾ സവിശേഷമായ ഒരു ശ്രദ്ധ ക്ഷണിക്കേണ്ട കാര്യം തന്നെയുണ്ട്. താങ്കൾക്ക് ഇതിൽ കൃത്യമായ ചില കാര്യങ്ങൾ
നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ സാധിക്കും? അങ്ങ് പറഞ്ഞ പോലെ കേരളം സുലഭമായ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടാണല്ലോ. അതെ, തീർച്ചയായും. ഇവിടെ ജലം എന്ന് പറയുന്ന ഒരു സോഴ്സ് നമുക്ക് സമൃദ്ധിയായിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ജലം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ മുല്ലപ്പെരിയാർ ഡാം പണിയാൻ ഇടയായത്. മുല്ലപ്പെരിയാർ ഡാമാണ് ലോകത്തിലെ തന്നെ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഏറ്റവും പഴക്കം ചെന്ന ഡാം എന്നുള്ളതാണ് പ്രത്യേകത. അതെ, അത് ഈ കൊച്ചു കേരളത്തിലാണ്. അതെ, നമ്മുടെ പ്രദേശത്തിന്റെ ഡെൻസിറ്റി അനുസരിച്ച് വരുമ്പോൾ ആണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടിയതാണ് കേരളം. യഥാർത്ഥത്തിൽ എവിടെ നോക്കിയാലും ജനസാന്ദ്രതയുള്ള സ്ഥലം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ സുർക്കി നിർമ്മിതമായ ഈ അണക്കെട്ടിന് ഒരു ലൈഫ് സ്പാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 വർഷം. ആ 50 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോ വീണ്ടും ഒരു 50 വർഷം കഴിഞ്ഞു. പിന്നെ ഒരു 30 വർഷം കൂടിയാവും. 130 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ സമയത്ത് പഠനം നടന്നത് ഭൂകമ്പത്തെക്കുറിച്ച് ആദ്യ പഠനം, സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ആദ്യ പഠനം 1979-കളിലാണ്. ഭൂകമ്പ സാധ്യത രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1.8 മറ്റോ ആണ് അത് വരുന്നത്. അതിനുശേഷം പഠനം നടത്തിയത് കോലാഹലങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് തമിഴ്നാടും കേരളവുമായിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായല്ലോ. അവർക്ക് അവരുടേതായ കാര്യം, നമുക്ക് നമ്മുടേതായ കാര്യം. നമുക്ക് സുരക്ഷയും അവർക്ക് ജലവുമാണ്. നമ്മൾ ഈ രണ്ട് കാര്യത്തിലും സാറ്റിസ്ഫൈഡ്, നമ്മളത് അംഗീകരിക്കുന്നു. ഈ സമയത്താണ് IIT റൂർക്കി ഒരു പഠനം നടത്തിയത്. IIT റൂർക്കി പഠനം നടത്തിയതിൽ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൽ മുല്ലപ്പെരിയാർ ഡാം ഒരു ഭീഷണിയാണ് എന്ന് തന്നെയാണ്. അതിലെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണം സംബന്ധിച്ച് ഗ്രാവിറ്റി ഡാം ആണെങ്കിൽ കൂടി ആ ഡാമിൽ സ്വീപ്പേജ്, സുർക്കിയുടെ മിശ്രിതം, ഒലിപ്പ്, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരെല്ലാം. അപ്പം അതൊന്നും ഗവൺമെൻറ് കാര്യമായി ചെവിക്കൊണ്ടിട്ടില്ല. അതൊരു രണ്ടാമത് പഠനം നടന്നത് IIT ഡൽഹിയാണ്. ഈ പറയുന്ന IIT റൂർക്കി ആയാലും IIT ഡൽഹി ആയാലും അതിപ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും ഉള്ള സ്ഥലമാണ്. അവർ വെറുതെ വന്നിട്ട് നോക്കി പറയുന്നതല്ലത്. അവര് 2 IITകളും പറഞ്ഞിട്ടുള്ളത് ഡാം സേഫ് അല്ല എന്ന് തന്നെ. അതിനവർ പരിഹാര മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് കോടതി ഇടപെട്ടതിന് ശേഷം ഗവൺമെന്റ് നിയോഗിക്കുന്ന ഏജൻസികൾ എന്നുള്ള നിലയ്ക്ക് അവർ പരിഹാര മാർഗം ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പഴയ ഡാമിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ എത്രമാത്രം അത് നിലനിന്ന് മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ തർക്കം വേറെ. ശാസ്ത്രീയമായ രീതിയും സാങ്കേതിക രീതിയൊന്നും നമുക്ക് പറയാൻ ആളല്ല. നമ്മൾ കണ്ടതും അതൊക്കെയാണ്, നമ്മൾ വായിച്ചതും ഒക്കെ അല്ലേ പറയാൻ കഴിയും. ഇവര് 2 IITകളും അവരുടെ നിഗമന പ്രകാരം അൺസേഫ് തന്നെയാണ്. അത് ചർച്ച ചെയ്യപ്പെടാതെ പോയി. അത് ഫലപ്രദമായിട്ട് നമുക്ക് സുപ്രീം കോടതിയുടെ മുന്നേ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല കേരളത്തിൽ. അതിൽ നമുക്ക് പാളിച്ച പറ്റിപ്പോയി. അത് പരാജയം തന്നെയാണ് കേരളത്തിൽ. പരാജയം. അടുത്തത് വരുന്നത് ഒരു പ്രമാദമായൊരു വിഷയം ഉണ്ടായിരുന്നു നേവൽ ബേസിനെ കൊണ്ട്. ഇതിന്റെ അടിത്തട്ടുകളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ നടപടി ഉണ്ടായെന്ന് പറയുന്നു. നേവി വന്ന് പരിശോധിക്കാൻ ഇറങ്ങി 2-ാം ദിവസം തന്നെ നേവിക്കാർ അതേപോലെ തന്നെ അണക്കെട്ടിന്റെ ഓളങ്ങളിൽ നിന്നും കയറിപ്പോയി എന്നും പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു? അപ്പൊ അവിടെ എന്തോ ഇടപെടൽ നടന്നിട്ടുണ്ടാവാം. അത് ഏത് കാലഘട്ടമാണെന്നും നമുക്ക് പരിശോധിക്കേണ്ടി വരും. ഞാൻ ഈ കള്ളക്കളികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കും അത് വിരൽ ചൂണ്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പഠനം നടന്നത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു. കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പഠനം നമുക്ക് എപ്പോഴായാലും വിശ്വസിക്കാനല്ലേ പറ്റൂ. അത് ആ പഠനം നടന്നത് 2011 നവംബർ 20 ഒരു എക്സ്പെർട്ട് കമ്മിറ്റി കേരളം റവന്യൂ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നിയോഗത്തിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കി. അതിൽ ഡോക്ടർ NP കുര്യൻ, ഡയറക്ടർ സെസ്, ഡോക്ടർ കേശവ് മോഹൻ, ഡയറക്ടർ ILDM, ശ്രീ ജോൺ മത്തായി, സയന്റിസ്റ്റ് G, സെസ്, ഈ TP മധുസൂദനൻ, സീനിയർ കൺസൾട്ടന്റ്, ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ്, വിനോദ്, സീനിയർ കൺസൾട്ടന്റ്, ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ്, ഡോക്ടർ ശേഖർ L കുര്യാക്കോസ്, ഹെഡ് പ്രോജക്റ്റ് സയന്റിസ്റ്റ്. എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സ്റ്റേറ്റ് ചീഫ് എന്ന് എനിക്ക് തോന്നുന്നു, CEO. ഇവർ റാപ്പിഡ് അസസ്മെന്റ് ഓഫ് ദ സിറ്റുവേഷൻ ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ആഫ്റ്റർ ദി എർത്ത് ട്രിമേഴ്സ് ഓഫ് 18 നവംബർ 2011 ആണ് പറയുന്നത്.
അപ്പോൾ ട്രെമേഴ്സ് ഉണ്ട് ആ സമയത്ത്. ഇവരുടെ സ്റ്റഡി റിപ്പോർട്ടിൽ സമഗ്രമായിട്ട് ഏതാണ്ട് ഒരു പാരഗ്രാഫ് തന്നെ അത് പറയുന്നുണ്ട്. എത്രയോ പാരഗ്രാഫ്, 10 12 പാരഗ്രാഫ് ആ ഡാമുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ശോഷണങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതിൽ പ്രത്യേകം പറയുന്നത് ലീച്ചിങ്, ഡ്യൂ ടു ലൈം ലീച്ചിങ് വരുന്നു. അതുപോലെ തന്നെ ഡെപ്പോസിഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഹോൾസ് സംബന്ധിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പാറക്കെട്ടുകളുടെ ഇടയിലുള്ള വിള്ളൽ. ഇപ്പൊ സുർക്കിയുടെ പ്രശ്നം വരുമ്പോ പാറ അടുക്കി ഉണ്ടാക്കിയതായതുകൊണ്ട് അത് കുഴപ്പമില്ലാതെ ഇരുന്നോളൂന്ന് ഒരു വാദഗതി വന്നിട്ടുണ്ട്. പാറയൊക്കെ തെന്നി മാറിയിട്ടുണ്ടോന്ന് ആർക്കറിയാം? അതിനകത്ത് മിശ്രിതങ്ങളെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇതെല്ലാം പഠനം നടത്തി അവര് തന്നെയല്ല. ഇതിനുശേഷം ഇപ്പൊ ഭൂകമ്പങ്ങളൊക്കെ അതിന്റെ അടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒട്ടനവധി ഉണ്ടാകാം. അപ്പൊ അവർ നടത്തിയ പഠനം മുഖവിലയ്ക്ക് എടുക്കാമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവർ കുറെ റെക്കമെൻഡേഷൻസ് കൊടുത്തു. ആ റെക്കമെൻഡേഷൻ ഏതാണ്ട് ഒരു 10 12 റെക്കമെൻഡേഷൻ അവർ കൊടുത്തിരുന്നു. എന്ത് റെക്കമെൻഡേഷനാണ് നമ്മൾ പ്രിക്കോഷനായിട്ട് എടുക്കുന്നത്? അവിടെയാണ് ചോദ്യം. അത് ബന്ധപ്പെട്ട മിനിസ്റ്റർ ലെവലുള്ള ഒരു വ്യക്തിയും എന്ന് പറഞ്ഞ മിനിസ്റ്റർ തന്നെ, ഇന്റർ സ്റ്റേറ്റ് വാട്ടേഴ്സിന്റെ ചീഫ് എഞ്ചിനീയർ അടങ്ങുന്ന 2 പേര് ജനങ്ങളോട് വന്നിരുന്ന് പറയണം. 2011 ഈ പറയുന്ന റിപ്പോർട്ട് ഞങ്ങൾ എടുത്തതാണ്. ആ റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾ റെക്കമെൻഡേഷൻ ഇന്നതെല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് അക്കമിട്ട് പറയണം. മിനിസ്റ്റർ അല്ല പറയേണ്ടത്, ചീഫ് എഞ്ചിനീയർ പറയണം. സാങ്കേതികമായിട്ടുള്ള അവിടുത്തെ കാര്യങ്ങൾ അവരത് പറയാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത് പറയണേ ജനങ്ങളുടെ പയാശങ്ക മാറുമായിരുന്നു. അത് എന്താണ് അവിടെ സംഭവിച്ചത്? പക്ഷെ അവിടെ സംഭവിക്കുന്നത് ജനം അറിയുന്നില്ല. അതാണ്, നമുക്കവിടെ ആക്സസ് ഇല്ലല്ലോ. ഈ അടുത്ത സമയത്ത് സുരക്ഷാ പരിശോധനയ്ക്ക് വേണ്ടി വന്ന ആളുകളില് അവിടെ മാധ്യമ പ്രവർത്തകരെ പോലും കയറ്റി വിട്ടില്ല. അവിടെ പ്രവേശനമില്ലല്ലോ. ഇല്ല. അപ്പൊ അതെന്തുകൊണ്ട്? നമ്മളുടെ സ്ഥലത്ത് നമുക്ക് പോകാൻ കഴിയുന്നില്ല. കെട്ടുവെച്ചിട്ട് ഉത്തരവാദിത്വം മേൽനോട്ട് അവരെ ഏൽപ്പിച്ചു, നമുക്ക് പ്രവേശിക്കാൻ. അപ്പൊ നമ്മുടെ റെക്കമെൻഡേഷൻ അപ്പൊ കോൾഡ് സ്റ്റോറേജിലായില്ലേ? അപ്പോ IIT റൂർക്കി ആയാലും IIT ഡൽഹി ആയാലും കേരള സർക്കാർ നിയോഗിച്ച 2011 ആളുകളായാലും അവര് നടത്തിയ പഠനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് യാതൊന്നും അറിയില്ല. ആ ഘട്ടത്തിലാണ് ഇന്റർനാഷണൽ ഏജൻസികൾ ഇത് പഠന വിഷയമാക്കിയത്. നമുക്കറിയാം UNU, ഏജിംഗ് വാട്ടർ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എമർജിംഗ് ഗ്ലോബൽ റിസ്ക് എന്നും പറഞ്ഞാണ് UN യൂണിവേഴ്സിറ്റി അവരുടെ റിപ്പോർട്ട് എഴുതിയത്. അവരുടെ റിപ്പോർട്ടിൽ പാരഗ്രാഫ് 4-ാം പേജിൽ പറയുന്നത് ഇന്ത്യയിൽ 4400 ചില്ലാനം ഡാമുകളുണ്ട്. 4400 ചില്ലാനം ഡാമുകളുടെ ആവറേജ് ഏജ് പറഞ്ഞിട്ടുള്ളത് 43 years ആണ്. 43 years എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുക്കി അതിൽ വരും. അങ്ങ് നേരത്തെ ചോദിച്ച സംഗതിയില് കക്കി ഡാം അടക്കം കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. നമ്മൾ കേരളം അതീവ ഗുരുതരമായ അവസ്ഥയിലാണ്, ഡേഞ്ചർ സോണിലാണ്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ കേരളം. ഡാമുകളിൽ നിന്ന് നമുക്ക് കൃഷിക്കും കാർഷിക ആവശ്യങ്ങൾക്കെല്ലാം വെള്ളം വേണം, കുടിവെള്ളം വേണം, ജലസേചനത്തിന് വേണം, എല്ലാം വേണം. അതിനോടൊപ്പം തന്നെ ഈ ഡാമുകളെ കൊണ്ടുള്ള ഭീഷണിയും നമുക്ക് അധികകാലം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ടാവണം. നമ്മളെല്ലാം അവലംബിച്ചിരിക്കുന്നത് ഇപ്പോൾ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഡാം എന്നാണ്. അല്ല, വൈദ്യുതി മാത്രമാണെങ്കിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും ജലാശയങ്ങളുള്ള, ഇത്രയും സമ്പത്തുള്ള ഈ കേരളത്തിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിട്ടും നമ്മൾ അമിത ചാർജ് കൊടുത്താണ് മുന്നോട്ട് പോകുന്നത്. സെസ്സിന്റെ മീത സെസ്. കേരളത്തിന്റെ മുഴുവൻ വൈദ്യുതി ഉപയോഗത്തിന് നമുക്ക് പര്യാപ്തമല്ല. അല്ല, എന്നിട്ട് പോലും നമ്മൾ പുറത്തുനിന്ന് ചെറിയ വിലക്ക് കിട്ടേണ്ട സമയത്ത് അതുപോലും ബാർഗെയിൻ ചെയ്യാൻ പറ്റാതെ നമുക്ക് നഷ്ടപ്പെടുത്തിയ സംസ്ഥാനം കൂടിയാക്കാൻ. തീർച്ചയായിട്ടും സോളാർ എനർജിയുടെ ആ ഒരു ഇതിലേക്ക് കേരളം മാറേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പഠനങ്ങൾ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി, UN യൂണിവേഴ്സിറ്റിയുടെ പഠനത്തില് അതീവ റിസ്ക് പറയുന്നുണ്ട്. ഏജിങ് ആണ് അതിൽ പ്രശ്നം. അപ്പോൾ പറയുന്നത് 130 വർഷത്തിലേക്ക് കടക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ആണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് അവര് ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ മുഖവിലക്ക് എടുക്കണ്ടേ? തീർച്ചയായും. നമ്മൾ അതിൽ എന്ത് നടപടി എടുത്തു? വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണല്ലോ അവർ പറയുന്നത്. ആണല്ലോ. UN യൂണിവേഴ്സിറ്റി കള്ളം പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര കോടതിയിൽ അവർക്കെതിരെ കേസ് കൊടുത്തുകൂടില്ലേ? എന്തുകൊണ്ട് കൊടുത്തില്ല? IIT റൂർക്കി അവരുടെ ഉദ്യോഗസ്ഥർ കള്ളം പറയുന്നതാണെങ്കിൽ എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടില്ല? IIT ഡൽഹി ഉദ്യോഗസ്ഥർ
വെറുതെ എഴുതി വെച്ചതാണെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുത്തില്ല? അതെ. നമ്മുടെ 6-7 പേരടങ്ങുന്ന 2011 ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ള സയന്റിസ്റ്റുകൾ, പ്രഗത്ഭരായ സയന്റിസ്റ്റുകൾ എഴുതിയിട്ടുള്ള റെക്കമെൻഡേഷൻ നടപടികൾ ബന്ധപ്പെട്ട സർക്കാരിന്റെ ഏജൻസികൾ അല്ലെങ്കിൽ വകുപ്പുകൾ എടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല? അതിൽ രണ്ടാമത്തെ ഞാൻ വായിച്ചതിൽ ILDM എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് അത് വരുന്നത്. ഞാൻ അവിടെ ഈ അടുത്ത സമയത്ത് വിവരാവകാശ നിയമപ്രകാരം അവരോടൊരു ചോദ്യം ചോദിച്ചു. ILDM എന്ന് പറയുന്ന സ്ഥാപനം എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നു? നിങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായി എത്ര കോടി സർക്കാർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്? അത് ഏതെല്ലാം മേഖലകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്? അത് നദിയുമായി ബന്ധപ്പെട്ടുള്ള പഠനവും ഒക്കെ ആണല്ലോ അവരുടെ സബ്ജക്റ്റ്. അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ ട്രെയിനിങ് കോളേജ് കൂടിയാണത്. കോടികൾ ചെലവാക്കിയിട്ട് 3-4 കോംപ്ലക്സുകൾ, AC റൂമുകൾ ഉൾപ്പെടുന്ന ഒരു സമുച്ചയം പൂജപ്പുരയിൽ ഉണ്ട്. അതിൽ തന്നെ RMC എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, റിവർ മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ നദികളെ കുറിച്ച് പഠിക്കാനും അവിടെയുള്ള മണൽ, മറ്റ് സിൽട്ട് ഡെപ്പോസിറ്റ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് എന്ത് പഠനം നടത്തിയിട്ടുണ്ട്. സാൻഡ് ഓഡിറ്റ് നടന്നു എന്ന് പറയുന്നു. 16 പുഴകളുടെ സാൻഡ് ഓഡിറ്റ് ഇതുവരെ നടന്നിട്ടുള്ളൂ. പക്ഷെ അവിടെ നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ചെലവ് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഞാൻ അത് പറയുന്നില്ല അവിടെ. ഇതാണ് നമ്മുടെ സംവിധാനം. അപ്പൊ ആ ILDM കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് നോക്കണ്ടേ? ILDM കുറിച്ച് ആർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ആ സംവിധാനം ഉണ്ട്. അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അത് നദികളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇനിയെങ്കിലും ഈ ചർച്ച കാണുന്നവർ മനസ്സിലാക്കണം. പഠനങ്ങൾ നടക്കാത്തതല്ല നമ്മുടെ പ്രശ്നം. അപ്പൊ UN യൂണിവേഴ്സിറ്റി പറഞ്ഞതിലുള്ള കാതലായ വിഷയം ഈ ഡാം തകർച്ചയിലാണ്. അവർ അസന്നിഗ്ധമായിട്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് സർക്കുലേറ്റഡ് ആണ്, അതൊരു പബ്ലിക് ഡൊമൈനിലുണ്ട്, ആർക്കും വായിച്ചു നോക്കാം. ഇതാണ് ആ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നതനുസരിച്ച് എന്ത് നടപടി കേരളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും. ഈ റിപ്പോർട്ടിനകത്ത് പറയുന്ന സ്റ്റഡി അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 6 പേജോളം വരുന്ന പേജുകൾ മുഴുവൻ പല പല ഗവേഷകരും നടത്തിയിട്ടുള്ള സ്റ്റഡിയുടെ മെറ്റീരിയൽസാണ്. ഈ മെറ്റീരിയൽസ് ഇതിൽ ഒരു ചാപ്റ്ററിന്റെ ഒരു ഭാഗം പോലും നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ആസ് എ റിസൾട്ട് they will incur more significant maintenance costs while simultaneously declining in effective functionality and posing threats to the environment and human safety. ഇത് വ്യക്തമായിട്ട് അത് പറഞ്ഞു വെച്ചിരിക്കുക UN യൂണിവേഴ്സിറ്റി. അതും നമ്മൾ വിട്ടു, ചർച്ചയില്ല. കുറച്ച് ദിവസത്തേക്ക് പത്രങ്ങളിലെല്ലാം കാണും, തീർന്നു. ഏറ്റവും വലുത് ഈ അടുത്ത സമയത്ത് വന്നത് which of the world's hundreds of thousands of aging dams will be the next to burst. അടുത്തത് പൊട്ടാനിരിക്കുന്ന പ്രായം ചെന്ന വൃദ്ധരായ ഡാമുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. അതിൽ ഫസ്റ്റ് കൺസേൺ വന്നിരിക്കുന്നത് മുല്ലപ്പെരിയാറാണ്. നമ്മളത് പറയുമ്പോൾ ഭീതിപ്പെടുത്താനോ പേടിപ്പിക്കാനാണോ? കൃത്യമായിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്തതല്ലോ. ഇത് കിട്ടിയ ഉടനെ തന്നെ സർക്കാരിന്റെ വിവിധ ഏജൻസികൾക്ക് ഇതിന്റെ കട്ടിംഗ് PDF ആക്കി കവറിംഗ് ലെറ്ററോട് കൂടി എല്ലാവർക്കും അയച്ചു കൊടുത്തു. അവർ കാണാഞ്ഞിട്ടല്ലല്ലോ. അതാണ് ഈ മെറ്റീരിയൽ. ഈ കാര്യത്തിൽ ഇപ്പം നമ്മൾ ഈ പഠന റിപ്പോർട്ടുകൾ പലപ്പോഴും മാധ്യമങ്ങൾ അല്ലെങ്കിൽ താങ്കളെപ്പോലുള്ള ആളുകൾ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് അത് മുന്നറിയിപ്പ് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തിട്ട് പോലും ഈ വിഷയത്തിൽ, മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാരിന് കൃത്യമായ ഒരു അജണ്ട ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പറയുന്നുണ്ട് മുല്ലപ്പെരിയാറിന് ജലം, കേരളത്തിന് സുരക്ഷ. ഇത് പറയലിൽ മാത്രം അല്ലെങ്കിൽ പറച്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തമിഴ്നാട്ടിൽ നമ്മൾ ജലം കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഈ വീണ്ടും പറയുന്നു, വിട്ടുവീഴ്ച പാടില്ല, കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന ഏജൻസികളുടെ പഠനത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണ്ടേ? ഇപ്പൊ കൊളാപ്സ് ഓഫ് 2 dams in Libya, unleashing torrential flood waters that the United Nations has said left at least 11,300 people dead. ഇതൊന്നും നമ്മുടെ കണ്ണ് തുറപ്പിക്കണില്ല എന്നുള്ളതാണ് പ്രശ്നം. എത്ര ആളുകൾ മരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ലേറ്റസ്റ്റ് ആണെന്ന് പറയുന്നത്. അതിനുശേഷം സിമിലർ ഡിസാസ്റ്റേഴ്സ് ആർ വെയിറ്റിംഗ് ടു ഹാപ്പൻ അറൌണ്ട് ദ വേൾഡ്. അവർ പറഞ്ഞു വെക്കുന്നത് നെക്സ്റ്റ് മേ ബി മുല്ലപ്പെരിയാർ. അപ്പോഴും നമുക്ക് ഭയാശങ്കയല്ലേ? സാധാരണ ജനങ്ങളല്ലേ നമ്മൾ? ഇതാണ് കൺസേൺ.
അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ചൂണ്ടിക്കാണിക്കാൻ കാരണം അങ്ങേപോലുള്ള മാധ്യമ പ്രവർത്തകര് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥകൾ ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. മാധ്യമ പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർ. അവരിതെല്ലാം പഠിച്ചത് ശരിയാണ്, ഇതിനെക്കുറിച്ച് സർക്കാർ എന്താ മിണ്ടാത്തത് എന്ന് ചോദിക്കണം. നമ്മളെപ്പോലുള്ള സാധാരണ സന്നദ്ധ പ്രവർത്തകർ ചോദിക്കുമ്പോൾ എത്രമാത്രം അത് എഫക്റ്റ് ആകും, നമുക്കൊന്നും അതിനുള്ള ത്രാണിയില്ല. നമ്മളൊന്നും പറഞ്ഞ സർക്കാർ ശ്രദ്ധിക്കില്ല, നമ്മളൊന്നും ആരുമല്ല. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ കൂടി ഇതിൽ പങ്കാളികളാകണം. ഇപ്പോൾ ഈ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലെ എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. വൺ മിസ്റ്റർ വിഷ്ണു ശശിധരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഹൈഡ്രോ ജിയോളജി, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം, കുസാറ്റ്. ഞാൻ പറയണ ഈ മാധ്യമത്തിലൂടെ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു കേരളത്തിലെ ജലബോംബ് വിസ്ഫോടനത്തിനുള്ള സാധ്യത ഒരു സാങ്കേതിക കാഴ്ചപ്പാടിൽ നിന്നും പറഞ്ഞൊരു ഏകദേശം ഒരു 4-5 പേജ് വരുന്ന ഒരു ചെറിയ കാര്യം. ഈ ചെറിയ കാര്യത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് വലിയ കാര്യങ്ങൾ. യൂണിവേഴ്സിറ്റി കുസാറ്റ് എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? 127 വയസ്സായപ്പോഴാണ് അദ്ദേഹം പഠനം നടത്തിയത്. ഇപ്പൊ 3 വർഷം കൂടി കഴിഞ്ഞിട്ടത്. അദ്ദേഹം ഉൾപ്പെടുന്ന സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം കുസാറ്റിലെ അദ്ദേഹം പറഞ്ഞ ഈ ഡിസാസ്റ്റർ വരാൻ പോകുന്ന ജലബോംബിനെ സംബന്ധിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? അവർ യഥാർത്ഥത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അദ്ദേഹത്തെ പിന്തുണച്ച് പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങി വന്ന് എല്ലാ കോളേജിലെയും യുവജനങ്ങളെയെങ്കിലും പഠിപ്പിച്ച് അവരെ ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിച്ച് പൊതുരംഗത്ത് കൊണ്ടുവരണ്ടല്ലേ? ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അടിച്ചുപൊളി ജീവിതമാണ് എല്ലാ കലാലയങ്ങളും മറ്റും കാണുന്നത്, അറിയാമല്ലോ. കോളേജിലൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്ന പ്രധാന ക്ലബ്ബുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജനകീയമായിട്ട് ഇടപെടൽ നടത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊരു ഉൾക്കാഴ്ച നമ്മുടെ യുവജനങ്ങൾക്ക് ഉണ്ടാവണ്ടേ, യുവജന സംഘടനകൾക്ക് ഉണ്ടാവണ്ടേ? രാഷ്ട്രീയം മറന്ന് ഓരോ യുവജന സംഘടനകളും ഇതുപോലുള്ള കാര്യത്തിലേക്കൊക്കെ കൂടുതൽ ഉൾക്കാഴ്ച ഉണ്ടായി മുന്നോട്ട് വന്നാൽ ജനങ്ങൾ അവരോടൊപ്പം നിൽക്കും. തീർച്ചയായും അതാണല്ലോ ആവശ്യം. ആ രീതിയിലേക്കൊരു നീക്കം നമുക്ക് ഈ പഠന കാര്യങ്ങളിലും ഉണ്ടാകണം. കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാൽ നമ്മൾ ഓരോ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ഗവേഷകരെ വെച്ചില്ല. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗവേഷണങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ഗവേഷകരായിട്ട് പഠിക്കുന്ന കുട്ടികളും ഗവേഷണം നടത്തി PhD എടുത്തിട്ടുള്ളവരും ഒക്കെ ഈ പൊതുസമൂഹം പറയുന്ന കാര്യങ്ങളിൽ ഈ സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മുന്നോട്ട് വരണ്ടേ? അതുകൊണ്ട് ഞാൻ ഈ വിഷ്ണു ശശിധരനെ പ്രത്യേകം പറയാൻ കാരണം അദ്ദേഹം 4 പേപ്പർ മലയാളത്തിലെങ്കിലും എഴുതി വെച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, നിലവിലുള്ള അവ്യക്തത കണക്കിലെടുക്കുമ്പോൾ, അവ്യക്തതയാണ്, അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുക എന്നത് മാത്രമാണ് ശേഷിക്കുന്ന ഏക പോംവഴി. ശരിയല്ലേ? കാരണം ഒരു പരാജയമുണ്ടായാൽ അനേക ലക്ഷം ജീവനുകൾ നഷ്ടപ്പെടാനും മറ്റനേകം പേരുടെ ഉപജീവന മാർഗം ഇല്ലാതാകുകയും കേരള സംസ്ഥാനത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ഇല്ലാതാകുകയും